നമസ്കാരം ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയായ പവർ ഗ്രിഡ് കോർപ്പറേഷനിലെ അപ്രന്റീസുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 6 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാല് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നുള്ളത്. മിനിസ്ട്രി ഓഫ് പവർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കീഴിലുള്ള കമ്പനിയാണ്. ഇവിടെയാണ് ഒരു വർഷത്തേക്കുള്ള അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക. പവർ ഗ്രിഡ് കോർപ്പറേഷൻ നോർത്തേൺ റീജിയൻ ടൂവിലാണ് ഈ വേക്കൻസികൾ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേക്കൻസികളുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് 8 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് 3, ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് 8 വേക്കൻസി, ഡിപ്ലോമ സിവിൽ കഴിഞ്ഞവർക്ക് 6 വേക്കൻസി, ITI ഇലക്ട്രീഷ്യൻ 3 വേക്കൻസി, HR എക്സിക്യൂട്ടീവ് 2 വേക്കൻസി, രാജ്യഭാഷ 1 വേക്കൻസി, എക്സിക്യൂട്ടീവ് അങ്ങനെ 32 വേക്കൻസികൾ ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിലുണ്ട്. അത് കഴിഞ്ഞ് ഹരിയാന റീജിയനിലാണെന്നുണ്ടെങ്കിൽ ആകെ 24 വേക്കൻസികളുണ്ട്. ഹിമാചൽ പ്രദേശ് റീജിയനിലെ 12 വേക്കൻസികൾ, ചണ്ഡീഗഡ് റീജിയനിലെ 4 വേക്കൻസികൾ, ലഡാക്കിൽ 11 വേക്കൻസികളാണുള്ളത്. അപ്പം ഇതിൽ ട്രെയിനിങ് ലൊക്കേഷൻസ് പറയുകയാണെങ്കിൽ ജമ്മു, വഗോര, ന്യൂ വാംബോ, കിഷൻപൂർ, സാംബ, ചണ്ഡീഗഡ്, ഹമീർപൂർ, നാലഗ, അബ്ദുള്ളാപൂർ, കൈത്തൽ, പതിക്കുല, ഫത്തേഹാബാദ്, മോഗ, മല്ലർകോട്ട, ജലന്ധർ, പാട്യാല, ലുധിയാന, അമൃത്സർ, കാർഗിൽ, ഫ്യാങ്, ദ്രാസ്, ഗാസിൽ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ട്രെയിനിങ്ങിനുള്ള ലൊക്കേഷൻസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് വേണ്ട യോഗ്യത കൂടെ പറയാം. യോഗ്യതയും ശമ്പളവും പറഞ്ഞിട്ടുണ്ട്, സ്റ്റൈപ്പൻഡും പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് IT ഇലക്ട്രീഷ്യൻ ട്രേഡിൽ കഴിഞ്ഞവർക്ക് ഫുൾ ടൈം കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 13,500 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആണെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ ആണ് വേണ്ടത്. 15,000 രൂപ ശമ്പളം സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഫുൾ ടൈം BTech അല്ലെങ്കിൽ BE ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 17,500 രൂപ ആയിരിക്കും പ്രതിമാസം സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള BTech ബിരുദം അല്ലെങ്കിൽ BE ബിരുദം 4 വർഷത്തേക്കുള്ളവർക്ക് ഗ്രാജുവേറ്റ് സിവിൽ അപ്രന്റീസിന് അപേക്ഷിക്കാൻ കഴിയും. 17,500 രൂപ ആയിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. HR എക്സിക്യൂട്ടീവ് പവറിലേക്ക് വേണ്ട MBA HR അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പേഴ്സണൽ മാനേജ്മെന്റിൽ പേഴ്സണൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനോ 2 വർഷ കോഴ്സ് ആയിരിക്കണം. അത് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 17,500 രൂപ അതിന് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. എക്സിക്യൂട്ടീവ് ലോ അതിലേക്ക് LLB ബിരുദമാണ് വേണ്ടത്. യോഗ്യത 3 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB ആയിരിക്കണം. 17,500 രൂപ അതിനും സ്റ്റൈപ്പൻഡായിട്ട് പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും. രാജ്യഭാഷ പോസ്റ്റിലേക്ക് BA ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 17,500 രൂപ ആയിരിക്കും പ്രതിമാസം സ്റ്റൈപ്പൻഡ്. ഇതിൽ ഈ പറഞ്ഞ പോസ്റ്റുകളിലൊക്കെ സെലക്ഷൻ ലഭിക്കുന്നവർക്ക് അക്കോമഡേഷൻ ലഭിക്കും. ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ 2,500 രൂപ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മിനിമം ഏറ്റവും മെറിറ്റ് അനുസരിച്ചായിരിക്കും അത് സ്ക്രീനിങ് എന്ന കാര്യം മനസ്സിലാവും. മിനിമം കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റിസൾട്ട് ഫൈനൽ ഇയർ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക്, 18 വയസ്സാകാത്തവര്, നേരത്തെ അപ്രന്റീസ് ചെയ്തവര്, 1 വർഷമെങ്കിലും ജോലി പരിചയം ഉള്ളവർ എന്നിവരേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കണേ നേരത്തെ തന്നെ പറഞ്ഞു 2025 ഒക്ടോബർ 6 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം. അപ്പൊ നിങ്ങൾക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. കാരണം കുറച്ച് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി എമൗണ്ട് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ വഴിയായിരിക്കും ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ NITS അല്ലെങ്കിൽ NIPS പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിനുവേണ്ടി പ്രത്യേകം ചെയ്തതിനു ശേഷം മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണെന്ന് പറയാം. ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ NIPS അല്ലെങ്കിൽ NITS രജിസ്റ്റർ ചെയ്യണം. അതിനായിട്ട് https:/apprenticeshipindia.gov.in അതിനകത്ത് HR എക്സിക്യൂട്ടീവ്, CSR എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ഇതിൽ വേണം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത്. എന്നാൽ ഡിഗ്രി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അവർ https:/nits.education.gov.in സൈറ്റ് വേണം ആദ്യം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എൻറോൾമെന്റ് നമ്പർ ലഭിക്കും. അതിനുശേഷം നമ്മൾ പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട്, അതായത് www.powergrid.in സൈറ്റിൽ പോവുക, കരിയേഴ്സ് എടുക്കുക, അതിൽ എൻഗേജ്മെന്റ് അപ്രന്റീസ് എടുക്കുക, അപ്ലൈ ഓൺലൈൻ കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ആ പവർ ഗ്രിഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ എന്ന കാര്യം പറ്റും. ആദ്യം പക്ഷേ NIPS അല്ലെങ്കിൽ NITS രജിസ്റ്റർ ചെയ്തതിനു ശേഷം പവർ ഗ്രിഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷമായിരിക്കും ബാക്കി നടപടികൾ നടക്കുക എന്ന കാര്യം മനസ്സിലാക്കുക.
അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് 1 വർഷത്തേക്കായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. 4000 രൂപ ഡയറക്ടർ ബാങ്ക് ട്രാൻസ്ഫർ വഴി 4000 രൂപ ഡിപ്ലോമക്കാർക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 4500 രൂപ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും വരിക. ബാക്കിയായിരിക്കും പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുക. 1 വർഷത്തേക്കായിരിക്കും അപ്രന്റീസ്ഷിപ്പ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ശേഷം മറ്റ് ക്ലെയിം ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഷെയർഡ് ബാച്ചലർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. എൻ കേസ് അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ 2500 രൂപ എക്സ്ട്രാ ആയിട്ട് HRA ആയിട്ട് ലഭിക്കും എന്ന കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. 1 വർഷം 12 കാഷ്വൽ ലീവ് ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 15 ദിവസത്തെ മെഡിക്കൽ ലീവ് ഉണ്ടാവും. നമ്മുടെ ഓരോ അപ്രന്റീസിന്റെ പെർഫോമൻസ് ഒക്കെ എവാലുവേറ്റ് ചെയ്യുന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം https://www.powergrid.in എന്ന സൈറ്റ് നമുക്ക് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. ഈ സൈറ്റ് വഴി ആദ്യം നിങ്ങൾ NIPS അല്ലെങ്കിൽ NITC രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം മാത്രം ഇതിലേക്ക് അപേക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2025 ഒക്ടോബർ 6 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവർ, എലിജിബിൾ ആയിട്ടുള്ളവർ ഈ അവസരം പരമാവധി വിനിയോഗപ്പെടുത്തുക. താങ്ക് യു.